കൊച്ചന്ന ചേടത്തിയുടെ വീടിൻ്റെ മുറ്റമാണ്. കൊച്ചന്ന ചേടത്തിയുടെ സ്വന്തം സ്ഥലം പെരുമ്പാവൂർ മുനിസിപ്പൽ അതിർത്തിയിൽ തന്നെയാണ്. കൊച്ചന്ന ചേടത്തി വിവാഹം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എനിക്ക് 5 വയസ്സ് പ്രായം. കൊച്ചന്ന ചേടത്തിക്ക് അന്ന് 18 വയസ്സെന്നാണ് കൊച്ചന്ന ചേടത്തി പറയുന്നത്. എനിക്കിപ്പോൾ 65 വയസ്സാകും. അപ്പോൾ 60 വർഷമായി കൊച്ചന്ന ചേടത്തി ഈ നാട്ടിലാണ്. എൻ്റെ അനിയനെയും എന്നെയും ബാല്യകാലത്ത് വളർത്തിയ പ്രധാന ചുമതലക്കാരിൽ ഒരാളായിരുന്നു കൊച്ചന്ന ചേടത്തി. ഒടുവിൽ അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ വീണ്ടും കൊച്ചന്ന ചേടത്തി അവരുടെ സഹായിയായി അടുക്കളയിലെ ജോലി ചെയ്യുന്ന അവസ്ഥയിലും ഞങ്ങളുടെ കൂടെ വന്നു. ഇപ്പോൾ നാട്ടിൻപുറത്തെ മര്യാദ കൊണ്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് കൊച്ചന്ന ചേടത്തി ഇരിക്കുന്നില്ല. പക്ഷേ വാസ്തവത്തിൽ കൊച്ചന്ന ചേടത്തി എനിക്കും എൻ്റെ അനിയൻ UPSC മെമ്പർ റോയി പോളിനും മാതൃതുല്യയായ ഒരാളാണ്. കല്യാണത്തിന് മുമ്പ് കൊച്ചന്ന ചേടത്തി മദ്രാസിൽ പോയ കാര്യവും അവിടെ ആളുകൾ കുതിരസവാരി ചെയ്യുന്ന കാര്യവുമൊക്കെ എനിക്ക് ഒരു കഥയായി പറഞ്ഞു തന്നത് എൻ്റെ ബാല്യകാല സ്മരണകളുടെ ഭാഗമാണ്. വല്ലതും ഓർക്കണുണ്ടോ ആ കാര്യമൊക്കെ? ഇത് എൻ്റെ അച്ഛൻ വച്ച വീടാണ്. 1950 ഈ വീട് വച്ചത്. 1956 സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച് ഞാൻ ഈ ഗ്രാമം വിട്ടു. അതിനുശേഷം ഒരു സന്ദർശകനായി വരിക എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അമ്മ മരിച്ച് അച്ഛൻ മരിക്കുന്നത് വരെ കൂടെ വരുമായിരുന്നു. അച്ഛൻ്റെ മരണശേഷം വരവൊക്കെ വളരെ വിരളമായി. കുറേ കാലം ഈ പ്രോപ്പർട്ടി കൊണ്ടു നടന്നു. അത് കഴിഞ്ഞ് മനസ്സ് മടുത്തപ്പോൾ ഇത് വിറ്റു. ഇവിടെ ആണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കാലം മുഴുവൻ താമസിച്ചത്. ഇവിടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. അച്ഛനെ കാണാൻ ഒരുപാട് സന്ദർശകർ വരും. അവർ വരുമ്പോൾ വീടിനകത്തേക്ക് ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു സ്ക്രീൻ വെച്ചിരുന്നു. ആ സ്ക്രീനിൻ്റെ പുറകിൽ ഒരു മേശ ഉണ്ടായിരുന്നു. ആ മേശയിൽ ചെറിയൊരു മേശ, ആ മേശയിലിരുന്ന് പഠിച്ചാണ് ഞാൻ സ്റ്റേറ്റ് റാങ്ക് വാങ്ങിച്ച് സ്കൂളിൽ റെക്കോർഡ് മാർക്ക് വാങ്ങിച്ച് SSLC ജയിച്ചത്. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 കട്ടിലുണ്ടായിരുന്നു. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ അനിയൻ റോയി പോളിനും. പക്ഷേ ആ കട്ടിലിന് ഉപയോഗം സംബന്ധിച്ച് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. വീക്കെൻഡ് മാത്രമേ കട്ടിൽ കിടക്കാൻ പാടുള്ളൂ. അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചത്, നിങ്ങൾ ജീവിതത്തിൽ ആരായി തീരുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെ സുഖിമാനായി പഠിക്കേണ്ടതില്ല, നിലത്ത് കിടന്ന് പഠിക്കണം. അത് മെത്തപ്പായെന്നും നേരപ്പായെന്നും ഇവിടെ വടക്കൻ തിരുവിതാംകൂറിൽ പറയും. പരിപരുത്ത പായാണ് നേരപ്പായെന്ന് പറയുന്നത്. ഒറ്റ നേരപ്പായിൽ തലയണ കൂടാതെ കൈ മടക്കി തലയിൽ വെച്ചാണ് ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിലത്ത് കിടന്നുറങ്ങേണ്ടത്. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടും കട്ടിൽ കിടക്കുക, അതൊരു ലക്ഷറി. അതുപോലെ ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങൾ കഴുകിയ പാത്രമൊന്നും വൃത്തിയാകുമായിരുന്നില്ല എന്ന് എനിക്കിപ്പോഴറിയാം. പക്ഷേ ഞാനും അനിയനും പാത്രം കഴുകി അമ്മയെ ഏൽപ്പിച്ചോളണം എന്നാണ്. അമ്മ പിന്നെ കഴുകുന്നുണ്ടായിരുന്നിരിക്കും, ഞങ്ങളറിയാതെ. ഇവിടെ ജോലിക്കാരുമൊക്കെ അത്യാവശ്യത്തിനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അച്ഛൻ പരിശീലിപ്പിച്ചത്. ഇത് എൻ്റെ അച്ഛൻ്റെ മാതൃഗ്രഹമാണ്. എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയൻ റവറൻഡ് ഡോക്ടർ
C.A. ഏബ്രഹാം. അവധിക്കാലത്ത് വരുമ്പോൾ ബാബു നടന്നു തുടങ്ങിയ പ്രായം. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് ഇങ്ങോട്ട് വൈകുന്നേരം സാധാരണ എല്ലാ ദിവസവും വരുമായിരുന്നു. അത് ഒരു ഫർലോങ്ങിൽ കൂടുതലുണ്ടല്ലോ, കുറേ സമയം ഞാനും എടുക്കും, കുറേ നേരം എൻ്റെ കയ്യെ പിടിച്ച് നടക്കും. അങ്ങനെ വന്ന ഒരു ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഒരു കൊച്ചു കാര്യം, പക്ഷേ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഒരു ടാക്സിയിൽ ആരോ ഇവിടെ വന്നിറങ്ങി. അന്നൊക്കെ ടാക്സിയൊക്കെ വളരെ ചുരുക്കമായിരുന്നേ. അപ്പോൾ ടാക്സി ആൾ ഇറക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് ആ റോഡ് വരെ പോകണമല്ലോ, റോട്ടിൽ കൂടെ വേണമല്ലോ പോകാൻ. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളും കൂടെ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞ് ബാബുവിനെ എടുത്ത് കാറിലിരുന്നു. ആ റോഡിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ഇറക്കി. അവിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പൗലോസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു അയൽക്കാരൻ, പന്തക്ക പൗലോസ്. പൗലോസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പൗലോസ് അല്പം പരിഹാസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, എന്തിനായി ഇങ്ങനെ വല്ലവരുടെയും കാറിൽ കയറി നടക്കുന്നത് എന്ന് ചോദിച്ചു. ബാബുവിന് 3.5 വയസ്സ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒന്നും പ്രതികരിച്ചില്ല. ബാബു മുഖത്ത് വളരെ ഈർഷ്യയും അരിശയും ഒക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വലുതാവുമ്പോൾ ഞാൻ കാറ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. കൊച്ചു കുട്ടിയുടെ ഒരു റിയാക്ഷനെ. അപ്പോൾ അത് ഈ അന്യായമായ ഒരു പരിഹാസം, ആവശ്യമില്ലാത്ത ക്രിറ്റിസിസം, ഇത് രണ്ടും ശരിക്കും റിസെൻറ്റ് ചെയ്തു. ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. എൻ്റെ അഭിപ്രായത്തിൽ ആ സ്വഭാവം ഇന്നും ഉണ്ടെന്നാണ്. ഇത് എൻ്റെ മകളുടെ മക്കളാണ്. മൂത്തയാൾ ജോസഫ്, രണ്ടാമത്തെ ആൾ പൗലോസ്. സാധാരണഗതിയിൽ മൂത്ത അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡിനോട് ഗ്രാൻഡ് പേരൻസിന് പ്രത്യേകമായൊരു സ്നേഹം കാണും എന്ന് പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. ഇവൻ ജോസഫ് ജനിച്ചതിന് ശേഷമാണ് ഒരു ഗ്രാൻഡ് ചൈൽഡിനോടുള്ള സ്നേഹം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 4 പേരക്കുട്ടികളോടും, എൻ്റെ മകനും 2 കുട്ടികളുണ്ട്, 4 പേരോടും സ്നേഹം കാണിക്കാൻ ഓരോ പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇവൻ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്. പൗലോസ് ഈ പ്രായത്തിൽ ഞാൻ ഇരുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അവൻ്റെ മുഖത്ത് നോക്കിയാൽ പിന്നെ ചെറിയ നാണമൊക്കെ ഉണ്ട്. എനിക്ക് അത്രയും നാണം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. എൻ്റെ ഫാദറിൻ്റെ പേരാണ് ഇവൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ പേര് ഇടേണ്ടതാണ്, പക്ഷെ എൻ്റെ മകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് ആൻഡ് ഗ്രാൻഡ് ഫാദർ, ആ ബന്ധത്തിൽ അച്ഛൻ്റെ പേരിടണം എന്ന് നിർബന്ധം. അങ്ങനെയാണ് ഇവൻ പൗലോസായത്. എൻ്റെ പേരിട്ട ആൾ എൻ്റെ മകൻ്റെ മൂത്ത കുട്ടി ഡാനിയൽ. ഇവിടെ ഇല്ല, അവർ കൊച്ചിയിലാണ്. പിന്നെ 3 ആങ്ങളമാർക്ക് കൂടി ഒരു പെങ്ങളാണ് എൻ്റെ ഏറ്റവും ഇളയ ഗ്രാൻഡ് ചൈൽഡ്, അന്ന നിർമ്മല. അപ്പോൾ 4 പേരോടും പ്രത്യേകമായ സ്നേഹത്തിന് ഓരോ കാരണങ്ങളുണ്ട് എന്നർത്ഥം. ഇറ്റ് ഈസ് ഗുഡ് ടു ബി എ ഗ്രാൻഡ് ഫാദർ. ഇത് കുറുപ്പമ്പടി MGM ഹൈസ്കൂൾ. ആ മൂലയിലുള്ള ക്ലാസ് റൂമിൽ പെൺകുട്ടികളുടെ ക്ലാസ്സായിരുന്നു. അവിടെ പേര് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്വാൻ ആ വാതിക്കൽ നിന്ന് ആ ക്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കും. ഇത് പെരുമ്പാവൂർ MLA സാജു പോളിൻ്റെ പിതാവ് ഗീവർഗീസ് എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞാൻ ഗീവർഗീസിനോട് ചെന്ന് പറഞ്ഞു, ഗീവർഗീസ് ഇന്ന പുള്ളിയുടെ കയ്യിൽ ഇങ്ങനൊരു പരിപാടി കാണുന്നത് എന്താണെന്ന്. ഗീവർഗീസ് എൻ്റെ കൂടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ബാബു ഇതാണ് സൈറ്റടി എന്ന് പറയണമെന്ന്. ഇത് സൈറ്റടിക്കാൻ പഠിച്ച കാലം എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ പതിവായി കയറി ഇരിക്കുമായിരുന്ന ഒരു മാവിൻ കൊമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ കൊമ്പ് ഒടിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോഴുള്ള കൊമ്പിൽ കയറിയിരിക്കാൻ ഇവിടെ പഠിച്ച കാലത്ത് എനിക്ക് സാധിക്കുമായിരുന്നിരിക്കാം. ഈ പ്രായത്തിൽ അത് അസാധ്യമാണ്. കാലത്തിൻ്റെ പോക്കിന് നിയന്ത്രണം വയ്ക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ലല്ലോ. എങ്കിലും ഓർമ്മകൾ മരിക്കുന്നില്ല. സുഖമുള്ള ഓർമ്മകൾ ഓമനിക്കുന്നത് അതിൽ തന്നെ സുഖമുള്ള ഒരു സംഗതിയാണ് താനും. ഈ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ അനുഭവിക്കുന്നത് ഓമനിക്കാനുള്ള ഓർമ്മകളുടെ ഒരു വേലിയേറ്റം എൻ്റെ മനസ്സിലുണ്ടാകും.